അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് പാസ്സായിട്ട് ഇറങ്ങിയവരാണ്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു എക്സ്പീരിയൻസ് ഒന്നുമില്ല, എങ്ങനെ ജോലി കിട്ടും എന്നൊക്കെ ഒന്ന് വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഒരു സന്തോഷ വാർത്തയുണ്ട്. നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ബെല്ല് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് എഞ്ചിനീയർമാർക്ക് വേണ്ടി. ബെല്ല് എന്ന് പറയുമ്പോഴത്തേക്കിനും ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ് എന്നാണ് ഫുൾ ഫോം വരുന്നത്. അപ്പോൾ വേക്കൻസി എത്രയുണ്ടെന്നും എങ്ങനെ അപ്ലൈ ചെയ്യണം, ഏജ് ലിമിറ്റ് എത്രയാണ് എന്നതിനെ പറ്റിയൊക്കെ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോയിൽ പറയുന്നുണ്ട്. ടൈം കഴിയുന്നതിന് മുന്നേ തന്നെ എല്ലാവരും അപേക്ഷ സമർപ്പിക്കണം. ലാസ്റ്റ് ഡേറ്റ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് വീഡിയോയുടെ ഫുൾ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ദ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. എക്സ്പീരിയൻസ് ഒന്നുമില്ലാതെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ബെൽ കമ്പനിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാ ഒരു അവസരം വന്നിട്ടുണ്ട്. ഭാരത ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഇപ്പോൾ പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. വിവിധ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് പ്രൊഫഷണൽ എഞ്ചിനീയർ തസ്തികയിലേക്ക് മൊത്തം 350 ഒഴിവുകളാണ് ഉള്ളത്. വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം. നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ ജോലിക്ക് ഓൺലൈനായിട്ട് 2025 ജനുവരി 10 മുതൽ 2025 ജനുവരി 31 വരെ അപേക്ഷിക്കാവുന്നതാണ്. അപ്പം ജനുവരി 31 ക്ലോസിംഗ് ഡേറ്റ് വരുന്നത്. അതിന് മുന്നേ നമ്മൾ അപേക്ഷകളൊക്കെ സമർപ്പിച്ചിരിക്കണം. ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. അഡ്വർടൈസ്മെൻറ്റ് നമ്പർ 17556 HR ഓൾ ഇന്ത്യ 2025 തസ്തികയുടെ പേര് വന്നിട്ടെന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് എന്നാണ്. ഒഴിവുകളുടെ എണ്ണം 350 നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പറ്റും. ജോലി ശമ്പളത്തിൻ്റെ സ്കെയിൽ വന്നിട്ടെന്ന് പറഞ്ഞാൽ 40,000-നും 1,40,000-നും ഇടയ്ക്കായിരിക്കും. അപ്പം സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത് 40,000 ആണ് നമ്മുടെ ബേസിക് സാലറി എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഈ ഓരോ ബോണസും പിന്നെ ഓരോ പ്രൊവിഡൻറ്റ് ഫണ്ട് അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടി കൂട്ടിയിട്ട് 40,000-നും 1,40,000-നും ഇടയ്ക്ക് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. ഇനി നമുക്ക് തസ്തികയുടെ പേരും ഒഴിവുകളുടെ എണ്ണവും നോക്കാം. തസ്തികയുടെ പേര് പ്രൊഫഷണൽ എഞ്ചിനീയറിങ്ങിനാണെങ്കിൽ ഇലക്ട്രോണിക്സ് എന്ന് വെച്ചാൽ പ്രൊഫഷണൽ എഞ്ചിനീയർ ഇലക്ട്രോണിക്സിലാണെങ്കിൽ 200 വേക്കൻസിയും, പ്രൊഫഷണൽ എഞ്ചിനീയർ മെക്കാനിക്കലാണെങ്കിൽ 150 ഒഴിവുകളാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രായപരിധി എന്ന് പറയുന്നത് 25 വയസ്സിന് തൊട്ടുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. SC/STക്കാർക്ക് 5 ഇയേഴ്സും OBCക്കാർക്ക് 3 ഇയേഴ്സ്, അങ്ങനെ പ്രായപരിധി ഇളവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ യോഗ്യത നമ്മുടെ ഇലക്ട്രോണിക്സ് പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ BTech, BA, BSc എഞ്ചിനീയറിംഗ്, ഗ്രാജുവേറ്റ് ഇൻ ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ ഇതിലേതെങ്കിലും ഒന്നിൽ നമുക്ക് ബിരുദം ഉണ്ടെങ്കിൽ നമുക്കിതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ മെക്കാനിക്കൽ പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ BA, BTech, BC എഞ്ചിനീയറിംഗ്, ഗ്രാജുവേറ്റ് ഇൻ മെക്കാനിക്കൽ ഇത്രയും യോഗ്യത ഉള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. അൺറിസർവ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജനറൽ കാറ്റഗറി ആൻഡ് OBCക്കാർക്ക് 1,180 രൂപയാണ് ഫീസ് വരുന്നത്. SC/STക്കാർക്ക് ഫീസില്ല. അതുപോലെ തന്നെ വനിതകൾക്ക് ഫീസ് ഇളവ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ചെന്നിട്ട് ഹോം പേജ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഏത് തസ്തികയിലാണ് അപേക്ഷിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യമേ നമ്മളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വായിച്ച് നോക്കിയിട്ട് അക്കൗണ്ട് സൈനപ്പ് ചെയ്യുക. അപേക്ഷ പൂർത്തിയാക്കി ഫീസ് അടച്ച് നമുക്ക് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ ഒരു ഒഫീഷ്യൽ സൈറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഇതിൽ നിങ്ങൾക്ക് കയറാവുന്നതാണ്. ഒഫീഷ്യൽ സൈറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. എന്ന് വെച്ചാൽ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക്
ഡയറക്റ്റ് അതിലേക്ക് സൈറ്റിലേക്ക് പോകാവുന്നതാണ്. അല്ലെങ്കിൽ അത് ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ ചെന്ന് പേസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും സൈനപ്പ് ചെയ്തിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം അപേക്ഷ സമർപ്പിക്കാം. എഞ്ചിനീയർ പാസ്സായിട്ടുള്ള നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യാം. 1150 രൂപയാണ് ഫീസ് വരുന്നത്. ഫീസ് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇരട്ടി ഇതിൽ നിന്ന് നേടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം മെയിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.